നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th മാത്സിൻ്റെ 3rd ചാപ്റ്ററായ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ എക്സസൈസ് 3.1 ആണ്. അതിലെ 4th ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് 2 സബ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെയുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് പെയർ ഓഫ് ഇക്വേഷൻസ് തരും. അത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ഗ്രാഫിക്കലി കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മളിത് എങ്ങനെ ചെക്ക് ചെയ്യാം? നമുക്കൊരു ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് a1x പ്ലസ് b1y പ്ലസ് c1 = 0. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് a2x പ്ലസ് b2y പ്ലസ് c2 = 0. ഇതാണ് ജനറൽ ഇക്വേഷൻ. ഇതിൽ നമ്മൾ ആദ്യം a1/a2 എന്ന് പറഞ്ഞ റേഷ്യോ കണ്ടുപിടിക്കുക, അതായത് എക്സുകളുടെ കോഎഫിഷ്യൻറ്റുകളുടെ റേഷ്യോ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 4 ആണ്. 2ൽ 2 1 ടൈംസ്, 4ൽ 2 2 ടൈംസ്. അപ്പോൾ നമുക്ക് 1/2 എന്ന് കിട്ടി. ഇനി നമ്മൾ b1/b2 കണ്ടുപിടിക്കുക, അതായത് വൈകളുടെ കോഎഫിഷ്യൻറ്റ്. ഇവിടെ വൈയുടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, ഇവിടെ വൈയുടെ കോഎഫിഷ്യൻറ്റ് -2 ആണ്. അപ്പോൾ നമുക്ക് -1/2 എന്ന് കിട്ടി. അപ്പോൾ a1/a2 നോട്ട് ഈസ് ഈക്വൽ ടു b1/b2. അപ്പോൾ നമ്മളിനി കോൺസ്റ്റൻറ്റ് ടേം c1/c2 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഇത് ഇവിടെ ഈക്വൽ അല്ല. അപ്പോൾ അതുകൊണ്ട് a1/a2 നോട്ട് ഈസ് ഈക്വൽ ടു b1/b2. therefore ഇതെന്താണ്? ദേ ആർ പാരലൽ ലൈൻസ് അല്ലേ? therefore ദേ ആർ പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസ് ആണെങ്കിൽ അതിലെന്താണ്? ദേ ഹാവ് യുണീക്ക് സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ദേ ഹാവ് യുണീക്ക് സൊല്യൂഷൻ. ഇതെന്ത് തരത്തിലുള്ള ലൈൻസുകളാണ്? ദേ ആർ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ്. ഹലോ, പാരലൽ ലൈൻസ് അല്ല, സോറി, ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്, തെറ്റിപ്പോയതാണ്. ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്. പാരലൽ ലൈൻസ് ആണ് നമുക്ക് സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. ഇത് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്. ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആണെങ്കിൽ അതിന് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതെന്താണ്? ദി ഇക്വേഷൻസ് ആർ കൺസിസ്റ്റൻറ്റ്. അപ്പോൾ നമുക്കവിടെ ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആണെന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇത് 3 എഴുതണം. ഇത് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്. ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആയതുകൊണ്ട് ഇതിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. സൊല്യൂഷൻ ഉള്ളത് കൊണ്ട് ഇത് കൺസിസ്റ്റൻ്റ് ഇക്വേഷൻസ് ആണ്. ഇനി നമുക്കതിൻ്റെ സൊല്യൂഷൻ ഗ്രാഫിക്കലി കണ്ടുപിടിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് എടുക്കാം. 2x + y - 6 = 0. ഇത് നമുക്ക് y സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ y = എന്ത് വരും? y = -6 അപ്പുറത്തേക്ക് പോകുമ്പോൾ +6 ആവും. 6 2x അപ്പുറത്തേക്ക് പോകുമ്പോൾ -2x. അപ്പോൾ y = എന്ത് വന്നു? 6 - 2x. ഇനി നമുക്ക് എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കാം. എക്സിന് 0 കൊടുക്കാം. അപ്പോൾ y = 6 - 2 × 0 0. 6 - 0 എന്താണ്? 6 തന്നെയാണ് അല്ലേ? 6 - 0 6. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? എക്സിന് 0 ആണെങ്കിൽ y 6 ആയിരിക്കും. ഇനി നമുക്ക് എക്സിന് 1 കൊടുക്കാം. അപ്പോൾ y = 6 - 2 × 1 2. 6 - 2 എന്ന് പറയുന്നത് എന്താണ്? 4. അപ്പോൾ എക്സിന് 1 ആണെങ്കിൽ y = 4. ഇനി എക്സിന് 2 കൊടുക്കാം. അപ്പോൾ y = 6 - 2 × 2 4. 6 - 4 എന്ന് പറയുന്നത് എത്രയാണ്? 2. അപ്പോൾ എക്സ് 2 ആണെങ്കിൽ വൈയും 2 ആയിരിക്കും. നമുക്ക് ആ ലൈൻ ആദ്യം ഒന്ന് വരച്ചു കൊടുക്കാം. എല്ലാം സ്ട്രേറ്റ് ലൈനാണ് കിട്ടുക, ലീനിയർ ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ എന്താണ്? 0 6. എക്സിന് 0, വൈക്ക് 6. പിന്നെ എത്രയാണ്? 1 4. എക്സ് 1 ആണെങ്കിൽ വൈ 4 ആണ്. ഇനി 2 2 അല്ലേ? എക്സ് 2 ആണെങ്കിൽ വൈയും 2 ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഇത് ശരിക്കും സ്കെയിലൊക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്യണേ. 3 പോയിൻ്റ് നമുക്ക് ജസ്റ്റ് 3 പോയിൻ്റ് മതി നമുക്കൊരു ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതൊരു സ്ട്രേറ്റ് ലൈൻ ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ പേരും കൂടി കൊടുക്കാം. എന്താണ് ഈ ലൈൻ എന്ന് പറയുന്നത്? 2x + y - 6 = 0. ഇതാണ് നമ്മുടെ ഈ ലൈൻ. ഇനി അടുത്ത ലൈൻ നമുക്കിതുപോലെ സോൾവ് ചെയ്തെടുക്കാം. അടുത്ത ലൈൻ എന്താണ്? 4x - 2y - 4 = 0. അപ്പോൾ ആദ്യം നമുക്ക് -2 ആയതുകൊണ്ട് അതിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 4x - 4 = -2y അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +2y ആയി. അപ്പോൾ പിന്നെ y = എന്ത് വരും? 4x - 4 / 2 വരും അല്ലേ? വൈൻ്റെ കൂടിയുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷനായിട്ട് വരും. അപ്പോൾ ഇവിടെ y = നമുക്ക് 4x - 4 / 2 എന്ന് കിട്ടും. ഇനി നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാമല്ലോ. x = 0. അപ്പോൾ y = എന്ത് വന്നു? 4 × 0 0 -4 / 2. 0 - 4 എത്രയാണ്? -4. -4 / 2 എന്ന് പറയുമ്പോൾ -2.
അപ്പോൾ നമുക്ക് എക്സ് 0 ആണെങ്കിൽ y -2. ഇനി എക്സിന് നമുക്ക് 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ y = 4 × 1 4. 4 - 4 / 2. നമുക്കറിയാം 4 - 4 0 ആണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്താലും അത് 0 തന്നെയായിരിക്കും. അപ്പോൾ x 1 ആണെങ്കിൽ y 0. ഇനി നമുക്ക് എക്സിനെ 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ y = 4 × 2 8. 8 - 4 / 2. 8 - 4 എത്രയാണ്? 4. 4 / 2 2. അപ്പോൾ നമുക്ക് 2 2 എന്ന് കിട്ടും. x 2 ആണെങ്കിൽ yയും 2. നമുക്ക് ഈ വാല്യൂസൊക്കെ ഒന്ന് വരച്ച് നോക്കാം. ആദ്യത്തേത് എത്രയാണ്? 0 - 2. x 0 ആണെങ്കിൽ y -2. അടുത്തത് 1 0. x 1 ആണെങ്കിൽ y 0. ഇനി എക്സും വൈയും 2 ആണ്. x 2 ആണെങ്കിൽ y 2. അതിവിടെ നമുക്കൊരു പോയിന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ 3 പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? 3 കൂടി നമുക്ക് അവിടെ ജോയിൻ ചെയ്തിട്ട് വരയ്ക്കാം. ആ ലൈന് നമുക്ക് പേര് കൊടുക്കാം. ഏതായിരുന്നു നമ്മുടെ ലൈൻ? 4x - 2y - 4 = 0. ആ പേര് എഴുതി. ഇവിടെ നോക്കിയേ, രണ്ടും ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? എവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്തത്? 2 2 എന്ന് പറഞ്ഞ പോയിന്റിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 2 ആണ്. അതായത് x = 2, y = 2. അതാണ് ഈ ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു സൊല്യൂഷൻ ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആണെങ്കിൽ യൂണീക്ക് സൊല്യൂഷൻ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഈ 4th ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവിടെ നമുക്ക് 2 പെയർ ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. 2x - 2y - 2 = 0. 4x - 4y - 5 = 0. ആദ്യം നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാം. a1/a2 = എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അല്ലേ? 2/4. 2/4 എന്ന് പറഞ്ഞാൽ 2ൽ 2 1 ടൈംസ്, 4ൽ 2 2 ടൈംസ്. അപ്പോൾ 1/2. ഇനി b1/b2. വൈകളുടെ കോഎഫിഷ്യൻറ്റ് -2 വരും. ഇവിടെ -4 വരും. മൈനസും മൈനസും പ്ലസ് ആയിട്ട് പോയി. 2ൽ 2 1 ടൈംസ്, 4ൽ 2 2 ടൈംസ്. അത് നമുക്ക് 1/2 എന്ന് കിട്ടി. ഇനി നമുക്ക് c1/c2 കണ്ടുപിടിക്കാം. അത് ഇവിടെ -2ഉം രണ്ടാമത്തെ ഇക്വേഷനിൽ അത് -5 ആണ്. മൈനസും മൈനസും പോസിറ്റീവായി, പക്ഷെ നമുക്ക് കിട്ടിയത് 2/5 എന്നാണ്. അപ്പോൾ അവിടെ എന്ത് കിട്ടി നമുക്ക്? a1/a2 = b1/b2 ആണ്. പക്ഷേ ദാറ്റ്സ് നോട്ട് c1/c2. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? ഇങ്ങനൊരു ഇത് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഇത് ഇൻകൺസിസ്റ്റൻ്റ് ആണ് അല്ലേ? ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ്? പാരലൽ ലൈൻസ്. ദീസ് ലൈൻസ് ആർ പാരലൽ ലൈൻസ്. ദേ ഹാവ് നോ സൊല്യൂഷൻ. പാരലൽ ലൈൻസ് ആണെങ്കിൽ അതിന് എന്തുണ്ടാവില്ല? സൊല്യൂഷൻ ഉണ്ടാവില്ല. ദേ ഹാവ് നോ സൊല്യൂഷൻ. therefore they are inconsistent. മനസ്സിലായല്ലോ? ഇത് പാരലൽ ലൈൻസ് ആണ്. ദേ ഹാവ് നോ സൊല്യൂഷൻ. therefore they are inconsistent. സൊല്യൂഷൻ ഉണ്ടെങ്കിലേ കൺസിസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ പാരലൽ ലൈൻസ് ഇതുപോലെ കിട്ടും. നിങ്ങൾ വേണമെങ്കിൽ സോൾവ് ചെയ്തിട്ട് ഇതുപോലെ ഗ്രാഫിക്കൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാരലൽ ലൈൻസ് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ 4th ക്വസ്റ്റ്യൻ ഇവിടെ കഴിയുകയാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്